ഉണക്കച്ചെമ്മീൻ ചേർത്തിട്ട് ഒരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് 4 തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 200 ഗ്രാം ചുവന്നുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 10 വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പിടി വേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് പെരിഞ്ചീരകം കൂടെ ചേർത്ത് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പിന്നെ പുളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു വലിയ പിടി പുളി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് അടർത്തി എടുക്കുക. കുരും നാരൊക്കെ കളഞ്ഞത് വേണം. എന്നിട്ട് ഫ്ലെയിം ഓഫാക്കി എടുത്തതിന് ശേഷമാണ് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതിലേക്ക് ഒരു 10 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉണക്കച്ചെമ്മീന് ഒരു 150 ഗ്രാം എടുത്തിട്ട് അത് നന്നായി വറുത്ത് എടുത്തതിന് ശേഷം പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് അറിയതിന് ശേഷം ഇത് നമുക്ക് ഗ്രൈൻഡറിലിട്ട് പൊടിച്ചെടുക്കണം. നമ്മൾ കറി വിളമ്പുന്ന കയ്യിൽ അതിലൊരു 3 കയ്യിലിട്ടിട്ടാണ് ഒന്ന് കറക്കിയെടുക്കുന്നത്. ഒരു സെക്കൻഡ് അധികം കറക്കിയെടുത്ത് എണ്ണ തെളിയരുത് കേട്ടോ. ഇതേപോലെ തെരുതെരുപ്പായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതൊരു ബൗളിലേക്ക് ആക്കി കൊടുക്കുക. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് തീരെ നനവുള്ള പാത്രത്തിലാവരുത് കേട്ടോ. എന്നാലാണ് നമുക്ക് മാസങ്ങളോളം സൂക്ഷിച്ച് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഉണക്കച്ചെമ്മീൻ ചേർത്തുള്ള ചമ്മന്തി പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മറക്കാതെ ഉണ്ടാക്കി നോക്കുക. ജെറിസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.